മെഹുൽ സർ, നമ്മുടെ മുംബൈ ബാങ്ക് റോബറി കേസില്ലേ, അതിൽ ആ വോൾട്ടിന്റെ കോഡ് കള്ളന്മാർ ഇത്രയും ഈസിയായി എങ്ങനെയാ ഗസ്റ്റ് ചെയ്തത്? കള്ളന്മാർ ശരിക്കും അത് ഗസ്റ്റ് ചെയ്തതല്ല, അവർക്ക് നേരത്തെ തന്നെ ന്യൂയോർക്ക് സിറ്റിയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി മ്യൂസിയത്തിൽ നിന്നും ഗോൾഡൻ റിപ്ലൈയുടെ ടോർച്ച് മോഷണം പോയിരിക്കുന്നു. ന്യൂയോർക്ക്? അപ്പോൾ നമ്മുടെ മുംബൈ ബാങ്ക് മോഷണ കേസ്? മുംബൈ കേസ് ഇനി മുതൽ നീയും സോയയും കൂടി അന്വേഷിക്കും. സൊസൈറ്റി എനിക്ക് അലേർട്ട് അയച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ പുറപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്നു മുതൽ കള്ളന്റെ സമയം അടുത്തിരിക്കുകയാണ്. ബൈ ബൈ സർ. ലോജിക്കൽ ആർമി, ഇന്ന് നമുക്ക് മുന്നിൽ 2 കേസുകളാണുള്ളത്. അതുകൊണ്ട് ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ മിഷനിൽ ഞങ്ങളോടൊപ്പം ഒത്തുചേരുക. മെഹുൽ ന്യൂയോർക്ക് സിറ്റിയിലെത്തിയിരിക്കുന്നു. സൊസൈറ്റിയിലെ സീനിയർ ഡിറ്റക്റ്റീവായ ജാക്ക് മില്ലർ ലിബർട്ടി ഐലൻഡിൽ മെഹുലിനെ കാത്തു നിൽക്കുകയാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി മ്യൂസിയത്തിൽ നിന്നും വളരെ പഴക്കമുള്ള ഗോൾഡൻ റിപ്ലിക്ക ടോർച്ചാണ് മോഷണം പോയിരിക്കുന്നത്. താങ്ക് ഗോഡ്. മെഹുൽ, നിങ്ങൾ എത്തിയല്ലോ. ഞങ്ങളുടെ കനത്ത സുരക്ഷാ വലയം ഉണ്ടായിട്ട് പോലും കള്ളൻ അവിടെ നിന്നും ടോർച്ച് കടത്തിയിരിക്കുന്നു. ഐലൻഡ് മുഴുവനും ലോക്ക്ഡൌൺ ചെയ്തിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് 1 സെക്കൻഡ് പോലും സമയം പാഴാക്കാനില്ല. എന്നെ ക്രൈം സീനിലേക്ക് വേഗം കൊണ്ടുപോകൂ. മ്യൂസിയത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഡിറ്റക്റ്റീവ് ഐക്യു സൊസൈറ്റിയുടെ ടീം പരിശോധിക്കുകയാണ്. ഗോൾഡൻ റിപ്ലിക്ക ടോർച്ച് മോഷണം പോയിരിക്കുന്നു. പക്ഷെ അത് സൂക്ഷിച്ചിരുന്ന ഗ്ലാസ് ബോക്സിന് ഒരു കേടും സംഭവിച്ചിട്ടില്ല. മെഹുൽ, ഡിജിറ്റൽ സെൻസറുകളുടെ വിവരം അനുസരിച്ച് ലോക്ക് രാവിലെ 9 മണിക്കാ തുറന്നിരിക്കുന്നത്. ഞങ്ങൾ ബയോമെട്രിക് സ്കാൻ ചെയ്ത് നോക്കി, പക്ഷേ ഒരു അൺനോൺ ഫിംഗർ പ്രിന്റ്സും കാണുവാൻ സാധിച്ചില്ല. ഏതോ പ്രേതം വന്ന് മോഷ്ടിച്ചതുപോലെയുണ്ട്. ഗോസ്റ്റ് തീർച്ചയായും ഫിംഗർ പ്രിന്റ് ഇട്ടിട്ട് പോകില്ല. മണ്ണിന്റെ അടയാളം ഇടും. ഇത് കണ്ടോ, ചെളി പുതഞ്ഞ ഷൂസിന്റെ അടയാളം. അത് നേരെ ടോർച്ച് വെച്ചിരിക്കുന്ന കേസിന്റെ അങ്ങോട്ടേക്കല്ലേ പോകുന്നത്. പക്ഷെ അവിടെ നിന്നും പുറത്തേക്ക് സാധാരണ ഷൂസിന്റെ അടയാളം. എന്ന് വെച്ചാൽ കള്ളൻ ഇവിടെ വെച്ച് ഷൂസ് മാറിയെന്നാണോ? എന്തിനായിരിക്കും? അവനൊരു പക്ഷെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ മറഞ്ഞിരിക്കുവാൻ സാധിക്കും. പക്ഷെ അവനൊരു അബദ്ധം പറ്റി. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ശരിക്കുള്ള നിറം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് കോപ്പറാണ്. വളരെ കാലം കടൽക്കാറ്റേറ്റ അതിന്റെ നിറം പച്ചയായി മാറിയിരിക്കുകയാണ്. കള്ളന്റെ ഷൂസിലെ മണ്ണിന്റെ നിറവും മെയിന്റനൻസ് ഏരിയയിൽ കാണുന്ന ആ പഴയ കോപ്പർ ഡസ്റ്റുമായി നന്നായി മാച്ച് ചെയ്യുന്നുണ്ട്. മെഹുലിന്റെ ഒബ്സർവേഷനിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു. കള്ളൻ പുറത്തു നിന്നുള്ള ആളല്ല, മറിച്ച് ഈ ഐലൻഡിന്റെ ഓരോ മുക്കും മൂലയും വ്യക്തമായി അറിയാവുന്ന ആളാണ്. മെഹുലും ജാക്കും സെക്യൂരിറ്റി റൂമിലേക്ക് എത്തുന്നു. മോഷണം നടന്ന സമയത്ത് സ്റ്റാഫ് ഏരിയയിൽ നിന്ന് പുറത്തുപോയ 3 സസ്പെക്ട്സിനെ ജാക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്നാൽ ഇവരിൽ ഒരാൾ സ്റ്റാഫ് മെമ്പർ അല്ല, മറിച്ച് കള്ളനാണ്. മെഹുൽ, ഈ 3 പേരും നമ്മുടെ ഡേറ്റാ ബേസിൽ രജിസ്റ്റേർഡ് ആണ്. പക്ഷെ ഇവരിൽ ആരോ ഒരാൾ ഉറപ്പായും സസ്പീഷ്യസ് ആണ്. എന്താ നിങ്ങൾക്കത് തിരിച്ചറിയുവാൻ സാധിക്കുമോ? ഇൻട്രസ്റ്റിംഗ്. കള്ളൻ ഒളിച്ചിരിക്കുകയാണെങ്കിലും ലോജിക്കിന്റെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ലോജിക്കൽ ആർമി, ഈ സസ്പെക്ട്സിനെ ശ്രദ്ധിച്ചു നോക്കൂ. എന്താ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുമോ ഇതിൽ കള്ളൻ ആരാണെന്ന്? നോക്കൂ, സസ്പെക്ട്സ് എ. അയാൾ പ്ലംബറുടെ ജംപ് സ്യൂട്ടാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ അയാളുടെ കയ്യിൽ വുഡ് സോയാണുള്ളത്. ഒരു പ്ലംബറുടെ കയ്യിൽ പ്ലംബിംഗ് ടൂളുകളാണ് ഉണ്ടാവുക. ഇതിനർത്ഥം ഈ സ്റ്റാഫ് മെമ്പർ കള്ളനാണ്. മെഹുലിന്റെ ഷാർപ്പ് കണ്ണുകൾ കള്ളനെ തിരിച്ചറിഞ്ഞു. കള്ളൻ പ്ലംബർ ആയിട്ടാണ് സ്റ്റാഫ് ഏരിയയിൽ കയറിയത്. മെഹുലും ജാക്കും ഉടൻ തന്നെ അയാളുടെ അടുത്തേക്ക് വിടുന്നു. മെഹുൽ തന്നെ കണ്ടുപിടിച്ചുവെന്ന് കള്ളന് മനസ്സിലാകുന്നു. അയാൾ ഉടൻ തന്നെ സ്റ്റാഫ് ഏരിയയിൽ നിന്നും പുറത്തു കടന്ന് ടൂറിസ്റ്റുകളുടെ കൂട്ടത്തിലേക്ക് ഒളിച്ചു. ന്യൂയോർക്കിലെ മഴ മുതലെടുത്ത് എല്ലാ പേരെയും പോലെ തോന്നിക്കുവാൻ കള്ളൻ ഒരു പോഞ്ചോ ധരിച്ചു. ഓൾ യൂണിറ്റ്സ്, സസ്പെക്ട്സ് ബ്ലൂ പോഞ്ചോയിലാണ്. അയാളെ ബോർഡിംഗ് ഏരിയയിൽ വെച്ച് തടയുക. നിൽക്കൂ ജാക്ക്, അവിടെ കുറഞ്ഞത് 20 ആളുകളെങ്കിലും പോഞ്ചോയിലായിരിക്കും. നമ്മൾ തെറ്റായ ആളെയാണ് പിടികൂടുന്നതെങ്കിൽ കള്ളൻ രക്ഷപ്പെടും. നമുക്ക് ലോജിക്ക് ഉപയോഗിക്കേണ്ടി വരും. കള്ളൻ ജനക്കൂട്ടം മുതലെടുത്തു. മണ്ണ് അയാളുടെ വഴിയുടെ രഹസ്യം കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഫുട് പ്രിന്റ്സ് നോക്ക്. എന്താ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ കള്ളൻ ഏത് വഴിയിലൂടെയാണ് പോയതെന്ന്? ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു മനുഷ്യൻ ഓടുമ്പോൾ അവന്റെ 2 ചുവടുകൾക്കുള്ളിലുള്ള അകലം വർദ്ധിക്കുന്നു. നോക്കൂ, വഴി 2ലെ അടയാളങ്ങൾ. ഈ ഫുട് പ്രിന്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസ് മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതിനർത്ഥം കള്ളൻ ഇവിടെ നിന്ന് ഓടിയാ പോയിരിക്കുന്നത്. മെഹുലും ജാക്കും പെട്ടെന്ന് തന്നെ ആ ഡയറക്ഷനിലേക്ക് പോകുന്നു. 3 സസ്പെക്റ്റും ഒരുപോലെയുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ഇവരിൽ ഒരാളാണ് മണ്ണിലൂടെ വേഗത്തിൽ ഓടി ഇവിടെ എത്തിയത്. ഇവരിൽ ആരാണ് അയാളെന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ?
ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ജാക്ക്, മഴയത്ത് ഒരാൾ വേഗത്തിൽ ഓടുമ്പോൾ അയാളുടെ ഷൂസ് മണ്ണ് പിന്നിലേക്ക് തെറിപ്പിക്കുന്നു. നോക്കൂ, സസ്പെക്ട്സ് ബിയുടെ വസ്ത്രങ്ങൾക്ക് പുറകിൽ മഡ് സ്പ്ലാഷസ് ഉണ്ട്. വേഗത്തിൽ ഓടിയത് കാരണം ചെളി അയാളുടെ വേസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. അതിനർത്ഥം ഇയാളാണ് നമ്മുടെ കള്ളൻ. ശരിയായ ഉത്തരം. മെഹുൽ കള്ളനെ പിടികൂടിയിരിക്കുന്നു. ജാക്ക് ഉടൻ തന്നെ ആ സസ്പെക്ടിനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഒരു ചെറിയ പ്രോബ്ലം ഇപ്പോഴും ബാക്കിയുണ്ട്. ഇല്ല ജാക്ക്, വെറും ഒരു ടോർച്ച് മോഷ്ടിക്കുവാൻ വേണ്ടി മോഷണം നടത്തില്ല. അവൻ അത് ഇവിടെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ കണ്ണിന് മുന്നിൽ തന്നെ. ലോജിക്കൽ ആർമി, ഈ ഷെഡ് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ മോഷണം പോയ ആ ഗോൾഡൻ ടോർച്ച് കാണുന്നുണ്ടോ? കള്ളൻ അത് വളരെ ബുദ്ധിപൂർവ്വം ഒളിപ്പിച്ചിരിക്കുകയാണ്. ആ അംബർല സ്റ്റാൻഡ് നോക്കൂ, അതിൽ 3 കുടകളുണ്ട്. എന്നാൽ 4ാമത്തെ വസ്തു ഒരു കുടയല്ല. അതിന്റെ ഹാൻഡിൽ നോക്ക്, അതൊരു ഫ്ലെയിം പോലെയാണ്. ആർക്കും സംശയം തോന്നാതിരിക്കുവാൻ കള്ളൻ ടോർച്ചിന്റെ തലകീഴായി അംബർല സ്റ്റാൻഡിൽ ഇട്ടുവച്ചിരിക്കുകയാണ്. വാവ്, മെഹുൽ, നീ അത് കണ്ടുപിടിച്ചു. കള്ളൻ വളരെ സമർത്ഥമായി അതിനെ ഒളിപ്പിച്ചതാണ്. എന്നാൽ മെഹുലിന്റെ കണ്ണുകളിൽ നിന്ന് അതിനെ രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. ഗ്രേറ്റ് ജോബ് മെഹുൽ, നമുക്ക് നമ്മുടെ ടോർച്ച് കിട്ടി. ന്യൂയോർക്കിന്റെ അഭിമാനം തിരിച്ചു വന്നിരിക്കുന്നു. വെയിറ്റ് ജാക്ക്, ഈ ടോർച്ച് ഒറിജിനൽ അല്ല, ഇത് റെപ്ലിക്കയാണ്. ഇതിന് ഭാരം വളരെ കുറവാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒറിജിനൽ ടോർച്ച് 1984 മാറ്റി സ്ഥാപിച്ചിരുന്നു. അത് 3.6 പൗണ്ടിന്റേതാണ്. ഈ റെപ്ലിക്ക ടോർച്ചും സോളിഡ് കോപ്പറിന്റേതായിരിക്കണമായിരുന്നു. എന്താ ഇതിനർത്ഥം? ഈ ടോർച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? പക്ഷെ കള്ളൻ ഇതാണ്. ജാക്ക്, നമ്മൾ വെറും ഒരു ഡിസ്ട്രാക്ഷൻ മാത്രമാണ് പിടികൂടിയിരിക്കുന്നത്. യഥാർത്ഥ കള്ളൻ മറ്റാരോ ആണ്. അയാൾ റിയൽ റെപ്ലിക്ക ടോർച്ചുമായി ഇപ്പോഴും ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ്. വളരെ വലിയ ചതി. ഇയാൾ വെറും ഒരു കരു മാത്രമാണ്. യഥാർത്ഥ കള്ളൻ ഇപ്പോഴും പുറത്താണ്. അവന്റെ അടുത്ത് ഒറിജിനൽ ഭാരമുള്ള ടോർച്ചുണ്ട്, പക്ഷേ ഇതിന്റെ ഭാരം കുറവാണ്. യഥാർത്ഥ കള്ളൻ ആ ബോട്ടിൽ കയറുവാൻ പോവുകയാണ്. മെഹുലും ജാക്കും ടെർമിനലിലേക്ക് ഓടുന്നു. ദ്വീപ് ലോക്ക്ഡൌണിലാണെന്ന് കള്ളൻ അറിയാം. അതുകൊണ്ട് അവൻ അവസാനത്തെ ഫെറിയിൽ രക്ഷപ്പെടുവാൻ വാശി പിടിക്കും. ഹോൾഡ് പൊസിഷൻ. മെഹുൽ, അവിടെ 100 കണക്കിന് ആളുകളുണ്ടല്ലോ. നമ്മൾ യഥാർത്ഥ കള്ളനെ എങ്ങനെയാ തിരിച്ചറിയുക? അവൻ ഉറപ്പായും ആ ടോർച്ച് ഏതെങ്കിലും ബാഗിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ജാക്ക്, ഒറിജിനൽ റെപ്ലിക്ക ടോർച്ചിന് നല്ല ഭാരമുണ്ട്. കള്ളൻ എത്രയൊക്കെ ശ്രമിച്ചാലും അവൻ അതിന്റെ ഭാരം മറച്ചു വെക്കുവാൻ കഴിയില്ല. നമുക്ക് ആളുകളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോജിക്കൽ ആർമി, അവസാനത്തെ അവസരമാണ്. ഈ 3 പേരെയും ശ്രദ്ധിച്ചു നോക്കൂ. ഒറിജിനൽ ഗോൾഡൻ ടോർച്ച് ആരുടെ കയ്യിലാണുള്ളത്? ഭാരം ചുമക്കുവാൻ സ്ട്രഗിൾ ചെയ്യുന്നത് ആരാണ്? ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. നോക്കൂ, സസ്പെക്ട് സെഡിനെ. അവന്റെ ബാഗിന് നല്ല ഭാരമുള്ളതുകൊണ്ട് അവന്റെ ബോഡി ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ഭാരം ഒറിജിനൽ ഗോൾഡൻ റിപ്ലിക്ക ടോർച്ചിന് മാത്രമേ ഉണ്ടാകൂ. അവൻ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ്. മെഹുൽ മാസ്റ്റർ മൈൻഡിനെ കണ്ടുപിടിച്ചു. ജാക്ക് ഉടൻ തന്നെ സസ്പെക്ടിനെ പിടികൂടുന്നു. മെഹുൽ, നിങ്ങൾ ന്യൂയോർക്കിന്റെ അഭിമാനം കാത്തുരക്ഷിച്ചു. ഡിറ്റക്റ്റീവ് ഐക്യു സൊസൈറ്റി എപ്പോഴും നിങ്ങളുടെ ലോജിക്കിന്റെ ഫാൻ ആയിരിക്കും. ലോജിക്കാണ് യഥാർത്ഥ പവർ ജാക്ക്.